ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എ പീസ് ഓഫ് കേക്ക് എന്ന സെക്കൻഡ് യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസ് ആണ് കാണാൻ പോകുന്നത്. നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? സംബഡി ഈസ് ഹൈഡിങ് ഹിയർ. ജോയിൻ ദ ഡോട്ട്സ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് ഫ്രണ്ട്. കളർ ദ പിക്ചർ. ഇവിടെ ഒരു ചെറിയൊരു ഒരു പിക്ചർ കണ്ടുപിടിക്കാനുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യമുള്ളൂ. നിങ്ങൾ 1 എടുക്കുക, 2 പോവുക, 3ലേക്ക് വരയ്ക്കുക, 4, 5, 6 കണ്ടില്ലേ? ആ ലൈനുകൾ കംപ്ലീറ്റ് ചെയ്യുക. നല്ല വൃത്തിയിൽ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് നല്ലൊരു സ്മോൾ എലിഫൻറ്റിനെ കിട്ടും. കണ്ടില്ലേ? എല്ലാവരും ചെറിയൊരു എലിഫൻറ്റിൻ്റെ ഒരു പിക്ചറാണ് നമുക്ക് കിട്ടുക. ഒരു ഹൈഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ് അല്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കുന്നത് നമ്മുടെ എലിഫൻസിനെ കുറിച്ചാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് ചുറ്റുമുള്ള കളറൊക്കെ കൊടുക്കാം. ട്രീസിനും അവിടെയുള്ള ഗ്രാസിനും അങ്ങനെയുള്ളതെല്ലാം കളറൊക്കെ കൊടുത്ത് ആ പിക്ചർ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ഹാവ് യു എവർ സീൻ എ ഹെർഡ് ഓഫ് എലിഫൻറ്റ്സ് മാർച്ചിങ്? ഹിയർ ഈസ് എ സോങ് ഫോർ യു. സിങ് ഇറ്റ് അലൗഡ്. ആഡ് മോർ ലൈൻ ടു ഇറ്റ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. ഇതൊരു സോങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ ഒരു 3 സെൻറ്റൻസും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് അവിടെ ഒരു സോങ് നിങ്ങൾ വായിക്കുക. അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു 3 സെൻറ്റൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റത്തെ ഒന്ന് വായിച്ചു തരാം. അനുമതി വായിക്കണം. ഓക്കെ, വായിക്കാം നമുക്ക്. സ്റ്റോം 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 എറൗണ്ട്, എലിഫൻറ്റ്സ് മാർച്ചിങ് ഓൺ ദ ഗ്രൗണ്ട്, സ്റ്റെപ്പ് ഇൻ ലൈൻ, ലെറ്റ്സ് ഡാൻസ്, 1, 2, 3, ഹിയർ വി ഗോ. Flap, flap, ears so wide, elephants swaying side to side, step in line, let dance, 1, 2, 3, here we go. Wave, wave, tongue up high, elephants walking on the ground, step in line, let's dance, 1, 2, 3, here we go. Wag, wag, tail so fast, elephant climbing up so fast, step in line, let's dance, 1, 2, 3, here we go. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് കഴിഞ്ഞ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്ന ലൈൻ ഇതുപോലെ സിമിലർ ആയ ലൈനുകൾ വേറെ കണ്ടുപിടിക്കാം. നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ദ എലിഫന്റ് ഫാമിലി. ഓക്കെ, ഇതിന് എന്താണ്? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫാമിലി? എത്ര മെമ്പേഴ്സ് ഉണ്ട് അവിടെ? ടോട്ടലി 6. There are 6 members in the family. Next, how many children do your parents have? How many children do the parents have? എത്രയുണ്ട്? The parents have 4 children അല്ലേ? ബ്രൗൺ, ബേബി എലിഫന്റ്, ഓക്കെ, അങ്ങനെ ലൂക്ക എല്ലാം കൂടെ കൂട്ടി നമുക്ക് മൊത്തം 4 ചിൽഡ്രൻസ് ആണ് ആ ഫാമിലിക്ക് ഉള്ളത്. കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ചിൽഡ്രൻ. ബ്രൗൺ, ഡെല്ല, ലൂക്ക് ആൻഡ് ബേബി എലിഫന്റ്. അതാണ് നമ്മുടെ ചിൽഡ്രൻ. വാട്ട് ഈസ് ദ ലിറ്റിൽ വൺ കോൾഡ്? എന്താണ് ലിറ്റിൽ വണ്ണിന്റെ പേര്? ദ ലിറ്റിൽ വൺ ഈസ് കോൾഡ് ബേബി എലിഫന്റ്. ഓക്കെ, ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആക്ടിവിറ്റി 4 എന്താണ്? ദ ഫാദർ എലിഫന്റ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. കംപ്ലീറ്റ് ദ സെന്റൻസസ്. ഓക്കെ, എന്താ നോക്കുന്ന? ഹായ്, ഐ ആം ദ ഫാദർ എലിഫന്റ്. അപ്പൊ അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരാൾക്കാരെ പരിചയപ്പെടുത്തുകയാണ്. ദിസ് ഈസ് മൈ വൈഫ്. അവിടെ ഗ്യാപ്പ് ഇട്ടെടുത്താണ് നമ്മൾ കണ്ടുപിടിച്ചെഴുതേണ്ടത്. ദിസ് ഈസ് മൈ വൈഫ്. ദിസ് ഈസ് ഡെല്ല, ഷീ ഈസ് മൈ ഡോക്ടർ. ദിസ് ഈസ് ബ്രൗൺ. അപ്പോൾ താഴെ എന്താ വരിക? ഹീസ് മൈ ഫസ്റ്റ് സൺ. ദിസ് ഈസ് മൈ സെക്കൻഡ് സൺ. ഹിസ് നെയിം ഈസ് ലൂക്ക്. ദിസ് ഈസ് ബേബി എലിഫന്റ്. ഹീ ഈസ് മൈ തേർഡ് സൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആക്ടിവിറ്റി പറയുന്നത്. അപ്പം ഒരാളെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിനെയും മദറിനെയൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാര്യങ്ങൾ പറയാം. ദിസ് ഈസ് മൈ ഫാദർ, ദിസ് ഈസ് മൈ മദർ. അപ്പോൾ ഓരോന്ന് ഷീ ഈസ് മൈ മദർ, ഓക്കെ, ഷീ ഈസ് മൈ സിസ്റ്റർ, ഓക്കെ, നമുക്ക് സംതിങ് എൽസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേൾപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ദ ബേബി എലിഫന്റ് ഈസ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട്സ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഐ ആം ബിഗ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നോ, യു ആർ നോട്ട്, യു ആർ സ്മോൾ. യെസ്. നെക്സ്റ്റ് എന്താണ്? ഐ ആം ടോൾ. അപ്പം ജിറാഫ് എന്നാണ് പറഞ്ഞത്. നോ, യു ആർ നോട്ട്, യു ആർ ഷോർട്ട്. നീ ഒരിക്കലും അല്ല, എന്താണ്, ചെറുതാണ് അല്ലേ? ഉയരത്തിലാണ് അവിടെ വരുന്നത്, മറ്റേ സൈസിൽ അല്ലേ? ഐ ആം ലീൻ, യു ആർ നോട്ട് ലീൻ, യു ആർ ഫാറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ സിറ്റുവേഷനിലും അതിൻ്റെതായ മീനിങ്ങിൽ മാറിക്കൊണ്ടിരിക്കും അല്ലേ?
നമ്മളിപ്പോൾ ഒരു കമ്പയർ ചെയ്യുവാണെങ്കിലും അത് ഓരോന്നിനും നമുക്ക് അർത്ഥങ്ങൾ ചില സമയത്ത് സിറ്റുവേഷനിൽ മാറും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6. I want ice cream. The baby elephant said. No, the mother said, no more ice creams, cake and biscuit from today onwards. The little elephant felt sad. What would be his thoughts? എന്തൊക്കെയായിരിക്കും തോട്ട്സ്? നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടേതായ രീതിയിൽ ആദ്യം എഴുതി നോക്കുക. ഞാൻ എഴുതിയൊരു ആൻസർ പറയാം. Mom said, no more ice cream, cake and biscuit from today onwards. She wants to be thin. That's okay. She has a fat belly. Let her avoid cake and biscuit. But why me? I am very small. I want to eat ice cream. I shall ask Daddy to buy ice cream for us. Will he buy? Mum may scold him. Anyway, I will ask him. Okay, അത് ബേബി എലിഫന്റിന്റെ ഒരു തോട്ട്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ആക്ടിവിറ്റി 7. The elephant kids like to eat many things. What does the mother say? Complete their conversation. ഓക്കെ, നമ്മുടെ എലിഫന്റ് കിഡ്സിന് കുറേ കാര്യങ്ങൾ, കിഡ്സ് ലൈക്ക് ടു മെനി തിങ്സ്, ഈറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പം അമ്മ എന്തൊക്കെ പറയുമായിരിക്കും എന്നുള്ള ഒരു ഇമാജിനറി കോൺവെർസേഷനാണ്. നമുക്ക് നോക്കാം. ആദ്യം ബേബി എലിഫന്റ് എന്താ പറഞ്ഞത്? ക്യാൻ ഐ ഈറ്റ് സം സ്വീറ്റ്സ്? നോ യു കാൺട്ട്. ക്യാൻ ഐ ഈറ്റ് വെജിറ്റബിൾസ്? യെസ് യു ക്യാൻ. മേ ഐ ബൈ എ കേക്ക്? നോ യു കാൺട്ട്. അപ്പം അമ്മ ഈ സ്റ്റോറിയിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു കോൺവെർസേഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൈൻസ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കുട്ടികളോട് ഫ്രണ്ട്സിനോടൊക്കെ പറയാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 8. ഡു യു നോ യുവർ വെയിറ്റ് ആൻഡ് ഹൈറ്റ്? ഷാൽ വി മെഷർ ദം? യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് ടു പ്രിപ്പയർ യുവർ ഹെൽത്ത് കാർഡ്. അപ്പം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഒരു ഹെൽത്ത് കാർഡ് റെഡിയാക്കാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേര്, ക്ലാസ്, നെയിം ഓഫ് സ്കൂൾ, ഏജ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഹെൽത്ത് കാർഡ്. ഓക്കെ, ഞാനൊരു ഇമാജിനറിയിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തി ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 9. The mother elephant has fixed a special menu for the family. What does she say about food? Complete their conversation. ഓക്കെ, നമുക്കൊരു സ്പെഷ്യൽ മെനു ആണ് നമ്മൾ മദർ എലിഫന്റ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം അതിനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കോൺവെർസേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മുടെ ഒരു എലിഫന്റ് ചോദിക്കുന്നുണ്ട്, വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. വാട്ട്സ് ഫോർ ഈവനിങ് ടീ? നോ ടീ, ടുഡേ ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ്. വാട്ട്സ് ഫോർ ഡിന്നർ? വി ഹാവ് കുക്കുംബർ ആൻഡ് കോക്കനട്ട് ഫോർ ഡിന്നർ. ഓക്കെ, ചെറിയൊരു കോൺവെർസേഷനാണ്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 10. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി. എല്ലാവരും ഓൾറെഡി എല്ലാം പിക്ചർ ഒബ്സർവ് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്തൊക്കെയാണ്? പിക്ചർ 1 there is a clock on the wall. ഇനി അവിടെ വോളിലൊരു ക്ലോക്ക് നമുക്ക് കാണാൻ പറ്റും. പിക്ചർ 2ലേക്ക് നോക്കിയേ, there is no clock on the wall. അവിടെ ഒരു ക്ലോക്ക് ഇല്ല. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ഇതിലെ പിക്ചറിൽ നോക്കിയാൽ the TV is switched on. അല്ല, TV switched on ആണ്. ഫസ്റ്റ് വണ്ണോ the TV switched off. ഓക്കെ, പിക്ചർ 1 നോക്കി ഒരെണ്ണം. മൂന്നാമത്തത് a doll is on the floor. ഒരു ഡോൾ ഉണ്ട് അല്ലേ? a doll is on the floor ഉണ്ട്. ബട്ട് സെക്കൻഡ് പിക്ചറിലോ നോ ഡോൾ ഓൺ ദ ഫ്ലോർ. ഓക്കെ, ഡോളിനെ കാണാനില്ല. ദ ബുക്ക് ഹാസ് പിക്ചേഴ്സ് ഓഫ് ഗ്രേപ്സ് ആൻഡ് ബനാന. അവിടെ പിക്ചറിലുള്ള ഏതൊക്കെയാണ്? നോട്ട്ബുക്കിൽ ഏതൊക്കെയാണ് പിക്ചറുള്ളത്? ഗ്രേപ്സിൻ്റെയും ബനാനയുടെയും പിക്ചറാണ്. സെക്കൻഡ് പിക്ചറിൽ എന്താ ഉള്ളത്? അവിടെ ദ ബുക്ക് ഹാസ് ദ പിക്ചേഴ്സ് ഓഫ് ആൻഡ് ആപ്പിൾ ആൻഡ് മാംഗോ. ആപ്പിളും മാംഗോൻ്റെയാണ് പിക്ചർ. അതാണ് ഡിഫറൻസ് വന്നല്ലേ? ഫിഫ്ത്ത് വൺ എന്താണ്? there are flowers on the tree. flowers on the tree. ട്രീയിൽ ഫ്ലവേഴ്സ് ഉണ്ട്. അടുത്ത നോക്കിയേ, സെക്കൻഡ് പിക്ചറിൽ എന്താ ഉള്ളത്? there are no flowers on the tree. അപ്പോൾ അവിടെ സെക്കൻഡ് പിക്ചറിൽ ഫ്ലവേഴ്സ് ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഡിഫറൻസസ്. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, കണ്ടുപിടിക്കുക, സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വർക്കിലേക്ക് എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 11. do you practice exercise every day? Here some simple exercises. Prepare instruction for each exercises. ഓക്കെ, നമുക്കിവിടെ ചെറിയൊരു എക്സസൈസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതെന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രെച്ച് യുവർ ആംസ്. കൈകൾ സ്ട്രെച്ച് ചെയ്യുക. സെക്കൻഡ് വൺ എന്താ പറയുക? ബെൻഡ് ബാക്ക്വേർഡ്സ്. പുറകിലേക്ക് ബെൻഡ് ചെയ്യുക. തേർഡ് എന്താണ്? ബെൻഡ് ഡൗൺ ടു ദ ഫ്രണ്ട് ആൻഡ് ഹോൾഡ് ദ ആംഗിൾ. ഓക്കെ, നമ്മൾ താഴേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ കാലിൻ്റെ ആംഗിളിൽ പിടിക്കുക. തേർഡ്. ഫോർത്ത് വൺ എന്താണ്? ബെൻഡ് ആൻഡ് ടച്ച് യുവർ ടോ. കാലിൻ്റെ ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക?
കാലിൻ്റെ അറ്റത്ത് തൊടുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 12 എന്താണ്? ഇവിടെ ദ എലിഫന്റ് ഫാമിലി ഈസ് ഇൻ ദ പാർക്ക്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, ഡിസ്ക്രൈബ് ദ ഈവൻസ്. അപ്പോൾ നമുക്ക് ഓരോ ഈവൻസ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ മുകളിലുള്ളത്. അപ്പോൾ ഈ മൂന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ദ മദർ എലിഫന്റ് സ്ട്രെച്ചിങ് ഹെർ ഹാൻഡ്. ദ ഫാദർ എലിഫന്റ് ഈസ് ടേക്കിംഗ് pull-ups. One of kid is swinging. The baby elephant is playing football. Okay, ഫസ്റ്റ് വൺ പിക്ചർ അങ്ങനെയല്ലേ ഉള്ളത്? അതെ, മദർ എലിഫന്റ് സ്ട്രെച്ച് ചെയ്യാണ്. വൺ എലിഫന്റ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഫാദർ എലിഫന്റ് ഈസ് ടേക്കിംഗ് പുള്ളപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹു ഈസ് വൺ കിഡ് ഈസ് സ്വിങ്ങിങ്. അപ്പം ഒരാൾ ഊഞ്ഞാലാടുകയാണ്. ഓക്കെ, അതാണ്. നമുക്ക് സെക്കൻഡ് പിക്ചർ വായിച്ചേ. While the baby elephant is playing, the ball gets stuck in the tree. അപ്പോൾ ബേബി എലിഫന്റ് കളിച്ചപ്പോൾ എന്ത് പറ്റി? അവിടെ മരത്തിൽ മുകളിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തെന്താണ്? ഹീസ് ലുക്കിംഗ് അറ്റ് ദ ബോൾ. ഡെല്ല ഈസ് ലേയിങ് ഓൺ ദ ഗ്രൗണ്ട് ടയേർഡ്. ഡെല്ല എന്താണ്? ഗ്രൗണ്ടിൽ മടുത്തിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? യെസ്, മടുത്തിട്ട് കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? മദർ ഈസ് വാക്കിംഗ്. ദ ഫാദർ എലിഫന്റ് കീപ്സ് ഓൺ ടേക്കിംഗ് പുള്ളപ്സ്. അപ്പം ഫാദർ പുള്ളപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ്. മദർ നടന്നു പോവുകയാണ് അല്ലേ? ഇതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്താണ്? ദ ഫാദർ എലിഫന്റ് ടേക്സ് ദ ബോൾ യൂസിങ് സ്റ്റിക്ക്. ദ ബേബി എലിഫന്റ് ഈസ് ഹാപ്പി നൗ. നോക്കിയേ, ഫാദർ എലിഫന്റ് എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റിക്ക് കൊണ്ട് എന്ത് ചെയ്തു? ഇതെടുക്കുകയാണ് അല്ലേ? നെക്സ്റ്റ് എന്താണ്? ദ മദർ എലിഫന്റ് സ്പ്രിങ്കിൾസ് വാട്ടർ ഓൺ ഡെല്ലാസ് ഫേസ്. വൺ ഓഫ് ദ കിഡ് ഈസ് ഓൾസോ സ്റ്റാൻഡിങ് നിയർ ബൈ. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മദർ എലിഫന്റ് ഡെല്ലയുടെ മുഖത്ത് വെള്ളം തളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി എന്താണ് അടുത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 13. ഇത് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്ന ആക്ടിവിറ്റിയാണ്. ഇപ്പം ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു കളർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കേക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 14. Activity 14. We won't eat the cake. Keep it for guest. The mother said. The baby elephant felt very sad. അപ്പോൾ എന്താണ്? അപ്പോൾ ഇവർക്കെല്ലാം വളരെ വിഷമം തോന്നി അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്തു? കുട്ടികൾക്കെല്ലാം വിഷമം തോന്നി. അമ്മ എന്താ പറഞ്ഞത്? മദർ എലിഫന്റ് പറഞ്ഞു, ഈ കേക്ക് നമ്മുടെ ഗസ്റ്റിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ബേബി എലിഫന്റ് ഭയങ്കര സാഡായി. അപ്പോൾ ബേബി എലിഫന്റ് എന്ത് ചെയ്തു? ഈ കേക്ക് തന്നത് ആരാ? ഗ്രാൻഡ്മയാണ് അല്ലേ? അപ്പോൾ ഗ്രാൻഡ്മേനെ ഫോം വിളിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ബേബി എലിഫന്റ്: ഹലോ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ: ഹായ് മൈ ബേബി, വാട്ട് ഈസ് ദ മാറ്റർ? ബേബി എലിഫന്റ്: മം സെഡ് വി കാൺട്ട് ഈറ്റ് ദ കേക്ക് യു സെൻഡ്. ഓക്കെ, എന്താണ്? അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് കേക്ക് നിങ്ങൾ അയച്ചു തന്ന കേക്ക് തിന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഗ്രാൻഡ്മ: യെസ്, ഐ സെൻഡ് എ കേക്ക്, ദിസ് ഈസ് മൈ ഗിഫ്റ്റ് ഫോർ യു ഓൾ. അപ്പോൾ ബേബി എലിഫന്റ് എന്താ പറഞ്ഞേ? ബട്ട് വി കാൺട്ട് ഈറ്റ് ഇറ്റ്, നമുക്ക് പക്ഷേ തിന്നാൻ കഴിയുന്നില്ല. ഗ്രാൻഡ്മ പറഞ്ഞു, ഡോണ്ട് വറി മൈ ഡിയർ, ഐ വിൽ സെൻഡ് അനദർ കേക്ക് ജസ്റ്റ് ഫോർ യു ഈറ്റ്. നമുക്ക് വേറെ കേക്ക് എന്നൊക്കെ ഞാൻ അയച്ചു തരാമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഗ്രാൻഡ്മ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 15. ആക്ടിവിറ്റി 15 എല്ലാവരും നോക്കിക്കൊന്ന്. ദ ബേബി എലിഫന്റ് സ്ലോലി ഗോട്ട് ഡൗൺ ഫ്രം ദ ബെഡ്. ഡെല്ല സോ ദിസ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡെല്ല ആൻഡ് ബേബി എലിഫന്റ്. അപ്പം ഡെല്ലയും ബേബി എലിഫന്റ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഓ ലിറ്റിൽ വൺ, ആർ യു ഗെറ്റിംഗ് ഔട്ട് ദ ബെഡ് ഓൾറെഡി? യെസ് ഡെല്ല, ഐ ആം feeling much better now, ready to play. That's wonderful to hear. Just be careful as you move around. I will, Delna. Thank you for looking me after me. Okay, അപ്പോൾ ഡെല്ലിനോട് ഒരു കോൺവെർസേഷൻ ആണ് ബേബി എലിഫന്റും ഡെല്ലിനും തമ്മിലുള്ള കോൺവെർസേഷൻ. Okay, next activity 16. At night the mother elephant also was thinking about the cake. Write down her thoughts. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മദർ എലിഫന്റിന്റെ തോട്ട്സ് ആണ്. അപ്പം കേക്കിനെ കുറിച്ച് മദർ എലിഫന്റിനും ആഗ്രഹമുണ്ട് കഴിക്കാനൊക്കെ. അപ്പം അത് മദർ എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. തോട്ട്സ് ആണ്, തോട്ട്സ് മെയിൻ ആണ് അല്ലേ? ഓ ദാറ്റ്സ് delicious cake. I can still taste its sweetness on my tongue. I wonder if there's any left. I should have saved a slice for later.
but it was just for tempting. Perhaps I can bake another one tomorrow, even bigger and more delicious. I can already imagine the smell filling the air. Yes, a cake is exactly what I need to make at this night perfect. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു തോട്ട്സ് ആണ്. നമുക്ക് ഓരോ രീതിയിൽ തോട്ട്സ് നമുക്ക് നിങ്ങളുടേതായ ഇമാജിനിൽ നിങ്ങൾക്ക് തോട്ട്സ് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 17 ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. Here some dialogues from the story. Who said this? Write the names of the character each below each dialogue. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 ഡയലോഗ് കൊടുക്കും. ആ 5 ഡയലോഗ് ആരാണ് നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ, വി നീഡ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. ആരാ പറഞ്ഞത്? ഫാദർ എലിഫന്റ് ആണ്. കേക്ക് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി. ഹു സെഡ് ദാറ്റ്? ഡെല്ല. Mom, can we watch television? Who said that? Baby elephant. It is a sponge cake. Who said that? Mother elephant. The flowers on it are made of sugar. Who said that? Luke. Okay. ഇത്രയും ആളുകളുടെ കോൺവെർസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 18 ആണ്. You have read the song. If you meet an elephant, how will you sing it? If you meet another friend, add more lines to the song. ഓക്കെ, നമുക്കിവിടെ ഒരു സോങ് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു മീറ്റ് ആൻ എലിഫന്റ് ഓൺ എ സണ്ണി ഡേ, വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു സേ? ഐ വുഡ് സേ ഗുഡ് മോർണിംഗ് എലിഫന്റ്, ഹൗ ഡു യു ഡു? ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു എലിഫന്റ്, ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു. അപ്പോൾ നിങ്ങളോട് ഒരു ഇതുപോലെ ഒരു ആനിമലിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഈ സോങ് പാടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് എലിഫന്റിനെ കൊടുക്കാം, അതിനുപകരം വേറെ ഏതെങ്കിലും ആനിമൽസിനെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനൊരു വേറെ സെന്റൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ഇഫ് യു മീറ്റ് ആൻ മങ്കി, സോറി അവിടെ എ മങ്കി എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇഫ് യു മീറ്റ് എ മങ്കി ഓൺ എ സണ്ണി ഡേ, വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു സേ? Monkey, how do you do? I am glad to meet you, monkey. I would like to jump with you. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മങ്കിക്ക് വരാൻ എന്ത് ചെയ്യാം, അത് അവിടെ എന്ത് എഴുതാം, നിങ്ങൾക്ക് ഒരു റാബിറ്റോ മങ്കി ഏത് ആനിമലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് എഴുതാം. ഓക്കെ, ആക്ടിവിറ്റി 19 ആണ് അടുത്തത്. ആക്ടിവിറ്റി 19 എങ്ങനെ എഴുതുന്നത്? സം ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ, ഡ്രോ സ്യൂട്ടബിൾ ഇമോജി ഇൻ ഈച്ച് ബോക്സ്. അപ്പം നമുക്ക് ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബോക്സിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇമോജി വരച്ച് ചേർക്കണം. അതായത് നല്ല കാര്യത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗുഡ് ഹാബിറ്റിന് ഒരു സ്മൈൽ കൊടുക്കാം, ബാഡ് ഹാബിറ്റിന് നമുക്ക് ഒരു നോട്ട് സ്മൈൽ കൊടുക്കാം. അവിടെ അതുപോലെ നിങ്ങൾക്ക് ചിത്രത്തിൽ വരയ്ക്കാം. അപ്പം ഞാനിവിടെ ഡ്രിങ്കിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ എന്നിട്ട് ഞാൻ എന്താ കൊടുത്തേക്കുന്നത്? ഞാൻ ഗുഡ് സ്മൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോക്കിംഗ് വൈൽ ഈറ്റിംഗ്, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുക, അവിടെ ഒരു ബാഡ് ഹാബിറ്റ് ആണ് അല്ലേ. അപ്പം ഞാനിവിടെ നോട്ട് സ്മൈൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഈറ്റിംഗ് ടു മച്ച് എന്നാണ്, അത് ബാഡ് ഹാബിറ്റ് ആണ്. ഈറ്റിംഗ് ടു ഫാസ്റ്റ് ബാഡ് ഹാബിറ്റ് ആണ്. വാച്ചിങ് TV വൈൽ ഈറ്റിംഗ്, അത് ബാഡ് ഹാബിറ്റ് ആണ്. വേസ്റ്റിംഗ് ഫുഡ്, അത് ബാഡ് ഹാബിറ്റ് ആണ്. അവിടെയൊക്കെ നമുക്ക് സ്മൈൽ അല്ലാത്ത ഇമോജി നമുക്ക് കൊടുക്കാം, അത് നിങ്ങൾക്ക് തന്നെ വരച്ച് ചേർക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 20 ആണ്. വിച്ച് ഫുഡ് ഐറ്റംസ് ഡു യു ലൈക്ക് ദ മോസ്റ്റ്? കളർ ദ സർക്കിൾസ്, ഹാവ് ദ നെയിംസ് ഓഫ് ദം, ആഡ് യുവർ ഫേവറേറ്റ് ഫുഡ് ഓൾസോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഹൽവയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കംപ്ലീറ്റിൽ എന്ത് ചെയ്യാം, ആ പറയുന്ന സർക്കിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളർ കൊടുക്കാം. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഫുഡ് ഐറ്റംസ് ഡു യു ലൈക്ക് മോസ്റ്റ്, കളർ ദ സർക്കിൾ, ഹാവിങ് ദ നെയിംസ് ഓഫ് ദം. ആ ഇഷ്ടമുള്ള അത് നിങ്ങൾക്ക് കളർ ചെയ്യാം. ഓക്കെ, ബാക്കി empty ആയിട്ട് കിടക്കുന്ന ആ സർക്കിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഫുഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അല്ലേ. അവിടെ ഹൽവ കൊടുത്തിട്ടുണ്ട്, കേക്ക് ഉണ്ട്, സമൂസയുണ്ട്, ദോശ, ഐസ്ക്രീം, ജിലേബി, പിസ്സ, ലഡു, ചോക്ലേറ്റ് ബാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 21 ആണ്. Some events of the story, Lily and the bear, are given below. Arrange the events in order using arrow marks. One has been done for you. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ലില്ലി ആൻഡ് ദ ബിയർ ആ ചാപ്റ്റർ, അതിൻ്റെ സ്റ്റോറിയുടെ ഒരു ഈവൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നോക്കിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതിന് നിങ്ങൾ ആരോ മാർക്ക് ഇട്ട് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം ഏതായിരിക്കും. ഫസ്റ്റ് വൺ അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ലില്ലി സോ ദ ഫുട് പ്രിന്റ്സ് ഓഫ് ബിയർ. സെക്കൻഡ് ആരോ കൊണ്ടാണ് ഷീ സോ എ ബിയർ ഇൻ ദ ഫോറസ്റ്റ്. തേർഡ് ഇടം കൊണ്ടാണ് ദ ബിയർ വാസ് ക്യാരിങ് ബെല്ല. ദ ബിയർ ചലഞ്ചഡ് ലില്ലി. Lily crushed the bun. Can you take the honeycomb?
the bear through the bella and rush toward the honeycomb. Take your teddy. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് 21 ആക്ടിവിറ്റി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നമ്മൾ നറേഷൻ ആണെങ്കിലും സ്റ്റോറിയിലെ റീഡ് ആൻഡ് റീജോയ്സിൻ്റെ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി നിങ്ങൾക്ക് അതിൽ കയറി കാണാവുന്നതാണ്. ആക്ടിവിറ്റീസ് ഒക്കെ നോക്കി പഠിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഈ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ചാനലിൽ എല്ലാ വീഡിയോസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് പഠിക്കുക, വായിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.